പൊള്ളുന്ന ചൂടിൽ എ സിക്ക് പിന്നാലെ പാഞ്ഞ് കേരളം. എ സി ഇല്ലാതെ പറ്റില്ലെന്ന അവസ്ഥയിലേക്ക് കേരളവും എത്തി. EMI പദ്ധതി അവതരിപ്പിച്ച് ഉപഭോക്താക്കളെ ആകർഷിക്കുകയാണ് ഷോറൂമുകൾ. ഇതിനെല്ലാം ഇടയിൽ വൈകാതെ വില കൂടിയാലും അത്ഭുതപ്പെടാനില്ല. ഡിമാൻഡ് കൂടുതലാണ്. കംപ്രസറിന്റെ ക്ഷാമവും മറ്റും കമ്പനികൾ പറയുന്നുമുണ്ട്. മുമ്പൊക്കെ സമ്പന്നരുടെ ആഡംബരമായിരുന്നു കേരളത്തിൽ എ സി. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറിപ്പോയി. ഇടത്തരം കുടുംബങ്ങളിലും എ സി ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ചർച്ചയാണ്. പ്രതിവർഷം 1.5 കോടി എ സിയാണ് ഇന്ത്യയിൽ വിൽക്കുന്നതെന്നാണ് ഏകദേശ കണക്ക്. ഇതിൽ 7% കേരളത്തിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. വടക്കേ ഇന്ത്യൻ സ്റ്റൈലിൽ കൂളറുകൾക്കുമുണ്ട് നല്ല ഡിമാൻഡ്. 30,000 രൂപയിൽ താഴെയുള്ള 1 ടൺ എ സിയോടാണ് മലയാളിക്ക് പ്രിയം. കറണ്ട് ചാർജ് കൂടുമെന്നതിനാൽ 5 സ്റ്റാർ റേറ്റിംഗും നിർബന്ധം. സാധാരണ മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലായിരുന്നു എ സി വാങ്ങാനുള്ള തിരക്ക്. ഇത്തവണ ജനുവരി മാസം മുതലേ ആളുകൾ എത്തുന്നുവെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ചൂട് കൂടിയത് കൊണ്ട് മാത്രമാണോ എ സി ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചത്? പ്രവാസികൾ അധികമുള്ള കേരളത്തിലെ വീടുകൾ സ്വാഭാവികമായും അവിടുത്തെ ട്രെൻഡിനും ജീവിത രീതികൾക്കും ഒപ്പമാണ്. മലയാളിയുടെ വാങ്ങൽ ശേഷിയും ഈ കാലയളവിൽ കൂടി. ജീവിതശൈലിയും മാറി. നഗരവൽക്കരണവും വർദ്ധിച്ചു. എ സി വാങ്ങാൻ മലയാളിയെ പ്രേരിപ്പിക്കുന്ന മറ്റു കാരണങ്ങൾ എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇക്കാര്യം കമന്റ് ചെയ്യാനും മറക്കരുത്.